രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ CDS വരവ് ചെലവ് കണക്കിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബശ്രീ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസ് സൊസൈറ്റി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓഡിറ്റിലാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതെന്നാണ് ആരോപണം. തൃശൂർ കാർഷിക സർവകലാശാലയിൽ പോയി വരുന്നതിന് 55,000 രൂപ ട്രിപ്പ് വൗച്ചറായും ഭക്ഷണം വാങ്ങിയതിന് 5,096 രൂപയും ഭക്ഷണ ബില്ലായി കാണിച്ചതായും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. രാജകുമാരി CDSനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടിതൊട്ട് മുടിയോളം മുഴുവൻ അഴിമതി തന്നെയാണ്. ഏറ്റവും നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ ചോദിച്ച് വിവരാവകാശം വെച്ചിരുന്നു. പക്ഷേ ഞാൻ 1-ാം തീയതി വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് 22-ാം തീയതി ഓഡിറ്റിന്റെ റിപ്പോർട്ടായിട്ട് തന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഒരു ബാലൻസ് ഷീറ്റ് മാത്രമാണ് തന്നിരിക്കുന്നത്. ഓഡിറ്ററുടെ റിപ്പോർട്ടോ ഓഡിറ്റർ എന്താണ് അതിൻ്റെ അകത്തെ ന്യൂനത എന്താണെന്നോ ഓഡിറ്റർ കണ്ടെത്തിയത് എന്താണെന്നോ അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട റിപ്പോർട്ട്. അത് തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അന്ന് ഇവര് ഓഡിറ്റ് റിപ്പോർട്ട് ഇവരുടെ CDS കമ്മിറ്റിയിൽ വായിച്ചപ്പോൾ നിരവധിയായ അഴിമതികളാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അത് ഞങ്ങളുടെ മെമ്പർമാർ ഞങ്ങളോട് പറയുകയും ഞങ്ങളുടെ UDFന്റെ മെമ്പർമാർ ഞങ്ങളോട് പറഞ്ഞനുസരിച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ടിന് വിവരാവകാശം വെച്ചത്. പക്ഷേ അവര് എനിക്ക് തന്നത് പൂർണ്ണമായ റിപ്പോർട്ടല്ല. ഇത് വിവരാവകാശ പ്രകാരം തന്നത് എന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞാൻ അപ്പീൽ പോവുകയും കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു യൂണിറ്റിന്റെ പേരിൽ ഒന്നിലധികം വായ്പകൾ എടുക്കുകയും കുടിശ്ശിക വരുത്തുകയും ഒരു കുടുംബത്തിലെ തന്നെ 2 പേർക്ക് സംരംഭക സാമ്പത്തിക സഹായം നൽകാൻ നിയമപരമായി സാധിക്കില്ലെങ്കിലും രാജകുമാരി CDSൽ ഇത് ലംഘിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലിനെ ഒഴിവാക്കി പുറത്തുനിന്നും ഇരട്ടി വിലയ്ക്ക് ഭക്ഷണം വാങ്ങിയതായും മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ആരോപണങ്ങളിൽ പ്രതികരിക്കുവാൻ പഞ്ചായത്ത് അധികൃതരോ CDS ഭാരവാഹികളോ തയ്യാറായിട്ടില്ല.